കേരളത്തിലെ സംഗീശൻ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഇത്രയും ദിവസം വി സിമാർക്ക് വേണ്ടി വായിട്ടലച്ചിരുന്ന വ്യക്തിയാണല്ലോ. ചെറിയ സമരം, ക്രിമിനലുകളും ഗുണ്ടകളും നടത്തുന്ന സമരം, ഗവർണർ ഇട്ടുകൊടുത്ത എല്ലിൻ കഷ്ണം, കോൺഗ്രസ് അധ്യാപക സംഘടനയിലെ വി സിമാർക്ക് വേണ്ടി കടിച്ചു പിടിച്ചതിന് ശേഷം ആ വിഷയത്തിൽ സംഘപരിവാറിനോടൊപ്പം നിന്നുകൊണ്ട് സതീശൻ ഭാരതാംബയ്ക്ക് വിളക്ക് കൊളുത്തുന്ന മോഡിലായിരുന്നു. ആ മോഡിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് കരണം പുളക്കെ കിട്ടുന്ന ഒരു മറുപടി പുറത്തു വന്നപ്പോൾ സതീശൻ വച്ച നാവെടുത്തിട്ടില്ല. ഇനിയിപ്പോ ഒരു പുതിയ കറക്ക് ന്യായീകരണവുമായിട്ട് എത്തുമായിരിക്കും. എന്തായാലും സതീശൻ ന്യായീകരിച്ചുകൊണ്ടിരുന്ന സിസ തോമസിനെയും ശിവപ്രസാദിനെയെല്ലാം കോടതി അടിച്ചു പുറത്താക്കിയപ്പോൾ ആ സമരം ചെയ്ത SFIക്കാർ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ വിഷയത്തെക്കുറിച്ച് രാവിലെ റിപ്പോർട്ടർ ചാനലിലെ സംഘിണി സുജയ പാർവതി ശിവപ്രസാദിനെ വിളിച്ച് ചോദ്യമായി ചോദിച്ചപ്പോൾ തിരിച്ച് ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്ന മറുപടി SFI നേതാവ് നൽകിയിട്ടുണ്ട്. അത് സുജയയ്ക്കും സംഘികൾക്കും മാത്രമല്ല, സതീശൻ കൂടി കേൾക്കേണ്ട മറുപടിയാണ്. നമുക്കിപ്പം ശിവപ്രസാദ് ചേരുകയാണ്. ശിവപ്രസാദ്, ഗുഡ് ഈവനിങ്. നിങ്ങൾ പോരാട്ട പാതയിൽ പോകുമ്പോഴാണ് നേരത്തെ എടുത്ത 2024 ഒരു തെറ്റായ തീരുമാനം കോടതി തിരുത്തുന്നത്. എങ്ങനെ കാണുന്നു? വളരെ സന്തോഷപൂർവ്വമാണ് കോടതി വിധിയെ ഞങ്ങൾ കാണുന്നത്. കാരണം ഞങ്ങൾ ഈ കേരളത്തിൽ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം നിയമപരമായിരുന്നു എന്ന് അടിവരയിട്ട് കേരളത്തിലെ കോടതികൾ വിധി എഴുതുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരു സർവകലാശാല ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമാണ്. ആ കേന്ദ്രങ്ങൾക്ക് ഓരോ സർവകലാശാല കേന്ദ്രത്തിനും അതിൻ്റെതായ ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഉണ്ട്. ആ ആക്ടിനെയും സ്റ്റാറ്റ്യൂട്ടിനെയും വെല്ലുവിളിച്ച് ആ സർവകലാശാലയുടെ അധികാരിയായി കയറിയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആളുകൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചാൻസലർ നിയമവിരുദ്ധമായി ഇടപെട്ടാൽ അങ്ങനെ നിയമവിരുദ്ധമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നിയമവ്യവസ്ഥ അല്ല രാജ്യത്ത് എന്ന് ബഹുമാനപ്പെട്ട കോടതികൾ ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. കൊട്ടിഘോഷിച്ച് കേരള സർവകലാശാലയിൽ മോഹനൻ കുന്നുമ്മൽ റഷ്യയിലേക്ക് പോയപ്പോൾ കൊണ്ടുവന്ന ആളാണ് സിസ തോമസ്. ആ സിസ തോമസിന് ഡിജിറ്റൽ സർവകലാശാലയിൽ തന്നെ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ്. ആ സിസ തോമസിനെ കൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത്, പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്, RSSന് താല്പര്യമുള്ള വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഈ കേരളത്തിലുള്ളൂ. അങ്ങനെ വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകളെ എവിടെയെല്ലാം നിയമിക്കാമോ അവിടെയെല്ലാം നിയമിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇവരുടെ കൂടെ കിട്ടിയിരിക്കുന്നത്, ഇവർക്ക് കൂട്ടുകിട്ടിയിരിക്കുന്നത് ഒരു യോഗ്യതയുമില്ലാത്ത, ഇവരെ തിരുത്തിയിരിക്കുന്ന പദവികളിൽ ഇരുത്താൻ യാതൊരു അവകാശവുമില്ലാത്ത, എന്തിന് സർവകലാശാലകളുടെ അവരുടെ യോഗ്യതകൾ അക്കാഡമിക് മെറിറ്റ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. നിയമിച്ച രീതിയാണ് തെറ്റെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മെറിറ്റിലേക്കല്ല, അല്ലെങ്കിൽ അവർക്ക് മെറിറ്റ് ഇല്ല എന്ന് താങ്കൾ പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അവർക്ക് മെറിറ്റ് ഉണ്ട്, പക്ഷേ അവരുടെ നിയമനമാണ് തെറ്റായ രീതിയിൽ നടന്നത്. ശ്രീ M ശിവപ്രസാദ്. മേഡം, ഞാൻ ചോദിക്കട്ടെ, മോഹൻ കുന്നുമ്മൽ കേരള സർവകലാശാലയുടെ VC ഇവിടെ മോഹനൻ കുന്നുമ്മലിനെ കുറിച്ചല്ലോ, ഡിജിറ്റൽ KTU VC-മാരായ നിങ്ങൾ പറഞ്ഞത് സർവകലാശാലയിൽ VC-മാർക്ക് ഗവർണർ നിയമിച്ച അല്ലെങ്കിൽ ചാൻസലർ നിയമിച്ച അല്ല, താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ നൽകിയ ശ്രീ ശിവപ്രസാദ്, താങ്കൾ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കൂ. താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. അപ്പോൾ ഈ KTU അതുപോലെ തന്നെ ഡിജിറ്റൽ, ഈ രണ്ട് സർവകലാശാലകളിലും താൽക്കാലിക VC നിയമനത്തിൽ സ്വീകരിച്ച മാനദണ്ഡമാണ് തെറ്റെന്ന് പറയുന്നത്. അല്ലാതെ അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ലെന്നോ അക്കാദമിക യോഗ്യതയില്ലെന്നോ കോടതി പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞത് കേരളത്തിലെ സർവകലാശാല VC-മാർക്ക് അക്കാഡമിക് യോഗ്യത ഉണ്ടെന്നാണ്. ഞാൻ പറഞ്ഞത് അവർക്ക് അത് യോഗ്യത ഇല്ലെന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് അടിവരയിട്ട് തന്നെ ഞാൻ പറയുന്നു, അവർക്ക് അക്കാഡമികമായ യോഗ്യത ഇല്ല. കേരള സർവകലാശാല പോലൊരു സർവകലാശാലയിൽ VC ആയിരിക്കാൻ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എന്താണ് യോഗ്യത? അദ്ദേഹത്തിന് PhD ബിരുദമുണ്ടോ? അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസറായിട്ടോ സീനിയർ പ്രൊഫസറായിട്ടോ കേരള സർവകലാശാലയിലോ ഏതെങ്കിലും സർവകലാശാലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരാൾക്ക് കേരള സർവകലാശാല പോലെ ഏതാണ്ട് 2000-ഓളം ഗവേഷകർ ഗവേഷണം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ VC ആയിട്ടിരിക്കാൻ എന്താണ് യോഗ്യത? ഈ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ യോഗ്യതയില്ലാത്തവരെയാണ് വിവിധ സർവകലാശാലകളിൽ നിർഭാഗ്യവശാൽ കേരളത്തിലെ ചാൻസലർ നിയമിക്കുന്നത്. അതിൽ 2 നിയമനങ്ങളാണ് ഇപ്പൊ തെറിച്ചു പോയിരിക്കുന്നത്, കാറ്റിൽ പറത്തിയിരിക്കുന്നത്. മനസ്സിലായില്ല? ഇതിപ്പോ 2 ആയിട്ടുള്ളൂ. ഇനിയും 2-3 എണ്ണം കൂടി എടുക്കാനുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ അതെല്ലാം തെറിച്ചു പോകും മാഡം. കാരണം യോഗ്യതയില്ലാത്തവർ, സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരായിരിക്കാൻ അർഹതയില്ലാത്തവർ ഒരു പദവികളിലും ഉണ്ടാകാൻ പാടില്ല. അതാണ്, അങ്ങനെയുള്ള ഒരു തുറന്ന സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് VC-യുടെ കസേരയിലായാലും മറ്റ് കസേരകളിലായാലും രാഷ്ട്രീയത്തിനപ്പുറം യോഗ്യത മാനദണ്ഡമാകട്ടെ. ശിവപ്രസാദ്, ഞാൻ അതിനോട് ഒരു സ്ഥാനത്തേക്ക് ഒരാളെ ഇരുത്തുമ്പോൾ ആ ഇരുത്തുന്ന ആളുടെ യോഗ്യതയാണ് പ്രധാനം. ഞാൻ ചോദിച്ചത് മോഹൻ കുന്നുമ്മലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങൾ പറയൂ, കേരള സർവകലാശാലയിൽ ഇരിക്കാൻ യോഗ്യതയായ ഒരാളാണോ മോഹനൻ കുന്നുമ്മൽ? നിങ്ങളുടെ അഭിപ്രായം പറയും. ശ്രീ M ശിവപ്രസാദ്, ഇക്കാര്യത്തിൽ കേസുമായി മുന്നോട്ട് പോയതല്ലേ?
അതെ, ഞാൻ മോഹനൻ ചോദിക്കുന്നത് കുന്നുമലിനെതിരെ. നിങ്ങളുടെ ബോധ്യം എന്താ? എന്റെ വ്യക്തിപരമായ ബോധ്യം ചോദ്യം ചെയ്യുന്ന ഒരു വേദിയല്ലല്ലോ, നമ്മുടെ ഒരു സ്വകാര്യ സംഭാഷണമോ നമ്മളൊരു താങ്കളെ എസ് എഫ് ഐയുടെ അല്ലല്ല, താങ്കൾ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലാണ് താങ്കളുടെ അഭിപ്രായം ചോദിക്കുന്നത്. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളല്ല. ഞാൻ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മാധ്യമപ്രവർത്തകരുടെ എന്റെ ബോധ്യങ്ങൾ ഞാൻ പറയുന്നത് ഞങ്ങളുടെ എഡിറ്റേഴ്സ് ഇരിക്കുന്ന ഒരു പാനലിലാണ്. കേട്ടല്ലോ, വ്യക്തമായിട്ടും നിയമപരമായിട്ടും ചട്ടങ്ങളെ അനുസരിച്ച് ഇങ്ങനെ മാത്രം നടക്കേണ്ട കാര്യങ്ങളെയാണ് വഴിവിട്ട രീതിയിൽ ഗവർണർ എന്നൊരു വ്യക്തിയെ ഉപയോഗപ്പെടുത്തി സംഘപരിവാർ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ സതീശൻ ന്യായീകരിച്ച് തള്ളിക്കൊടുത്തത്. ചാൻസലർ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് സതീശനോട് ചോദിച്ചാൽ ശബ്ദം താഴ്ത്തി തെറ്റാണ്, എന്നാൽ അതിൽ ശരിയുണ്ട് എന്ന് ശബ്ദം ഉയർത്തിക്കൊണ്ട് ആ വിഷയത്തെ ന്യായീകരിക്കുകയും വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞ് സമരത്തിന്റെ സാധ്യതകളെ റദ്ദാക്കാനുമാണ് ആ സംഘി നാവ് പരിശ്രമിച്ചിരുന്നത്. ആ സംഘി നാവുകൾക്കാണ് ഇത്തരം കൃത്യമായിട്ടും ക്ലാരിറ്റിയോടുകൂടിയുള്ള മറുപടി പറഞ്ഞു വെക്കുന്നത്. പിന്നെ സംഘിക്കും മങ്കിക്കെല്ലാം ഒരേ ബുദ്ധിയാണ്. അതുകൊണ്ട് രണ്ടിനെയും കീഴടക്കുക എന്ന് പറയുന്നത് പോരാടി തന്നെ ആകണം. സംഘിയടുത്ത് പോരാട്ടം ആവശ്യമില്ല, ഒരിക്കലും യുക്തിപരമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല, കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ഗ്രഹിക്കാനുള്ള ശേഷിയില്ല. അത് വരുമ്പോൾ കഴുത ബുദ്ധിയാകും. അങ്ങനെയുള്ളവരടുത്ത് തർക്കിക്കാതെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ സമരമായതിനു ശേഷം നിയമപരമായി അതിനെ നേരിട്ട് പരാജയപ്പെടുത്തുമ്പോൾ കേരളത്തിൽ ആരാണ് സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഓരോ വിഷയങ്ങളെയും പരാജയപ്പെടുത്തുന്നതെന്ന് മറ്റുള്ളവർക്ക് കാണാൻ കൂടിയുള്ള അവസരമാണ്. അതിനെ സംബന്ധിച്ച് സമരത്തിലുള്ള SFI നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ എത്രമാത്രം കൃത്യമാണെന്നും ആര് പറയുന്നതാണ് ശരിയെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവസരം കൂടിയാണ് SFI സംസ്ഥാന പ്രസിഡന്റിന്റെ ഈ പ്രതികരണമെന്ന് പറയേണ്ടി വരികയാണ്.